Hi friends, എല്ലാവർക്കും ജോയിൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിലെ സാധാരണ ഇൻവെർട്ടർ എങ്ങനെ നമുക്ക് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ട രണ്ട് ഐറ്റംസ് ആണ് വേണ്ടത്. ഒന്ന് നമ്മുടെ സോളാർ പാനൽ തന്നെ, രണ്ടാമത്തേതായിട്ട് ഒരു ചാർജ് കൺട്രോളാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് MPPT ചാർജ് കൺട്രോളാണ്. ഇത് 370 വാട്ട്സിൻ്റെ ആണ്. ഇത് നമ്മൾ രണ്ട് പാനൽ എടുത്തിരിക്കുന്നത്. സോളാർ പാനൽ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പോളി ക്രിസ്റ്റലൈനും രണ്ടാമത്തേത് മോണോ ക്രിസ്റ്റലൈനാണ് ഉള്ളത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മോണോ ക്രിസ്റ്റലൈനാണ്. വാരി എന്ന് പറഞ്ഞ കമ്പനിയുടെ സോളാർ പാനലാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഈ പാനലിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 370 വാട്ട്സാണ്. പിന്നെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 48.05, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 9.80 ആംപിയർ, മാക്സിമം വോൾട്ടേജ് 39.30 വോൾട്ടാണ്. പിന്നെ മാക്സിമം പവർ കറണ്ട് 9.42 ആണ് ആംപിയർ. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്പെക്ക് വരുന്നത്. MPPT ടൈപ്പ് ചാർജ് കൺട്രോളാണ്. സാധാരണയായിട്ട് രണ്ട് ടൈപ്പ് ചാർജ് കൺട്രോളാണ് വരുന്നത്. ഒന്ന് PWM ടൈപ്പും പിന്നെ MPPT ടൈപ്പും. PWമിനെ അപേക്ഷിച്ചിട്ട് MPPTക്ക് കുറച്ച് എഫിഷ്യൻസി കൂടുതലുണ്ട്. സോളാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് മാക്സിമമായിട്ട് നമുക്ക് ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് MPPTക്ക് ആണ് കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇതതിൻ്റെ റെഡ് കാണുന്നത് ബാറ്ററിയിലേക്കുള്ള പോസിറ്റീവും, ബ്ലാക്ക് കളറിൽ ബാറ്ററിയിലേക്ക് നെഗറ്റീവുമാണ്. ഈ കണക്ഷൻ സോളാറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഇത് പ്ലസും ഇത് മൈനസുമാണ്. ഈ വരുന്ന കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്വിച്ചിൽ നിന്ന് ഫേസ് വന്നിട്ട് ഇതുവഴി ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഇന്നിലേക്ക് ഇതുവഴിയാണ് കയറി ഇറങ്ങി പോകുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിയുമ്പോഴേക്കും ഈ ഇതൊരു റീലേ കണക്ഷനാണ്. റീലേ ഓപ്പണായി പോവുകയും KCB എന്നുള്ള കണക്ഷൻ ഇൻവെർട്ടറിലേക്കുള്ളത് ഡിസ്കണക്ട് ആവുകയും പിന്നെ അത് ഇൻവെർട്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ബാറ്ററി നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു 50% ബാറ്ററി റിസർവിൽ വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എത്തുമ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്യും, രണ്ടാമത് KCB ത്രൂ വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ വരുന്നത്. പിന്നെ ഈ കാണുന്ന സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര യൂണിറ്റ് കറണ്ട് സോളാറിൽ നിന്ന് കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണത്. പിന്നെ ഇത് ഇതിൻ്റെ സെറ്റിങ്സ്, ചാർജിങ്ങിൻ്റെ വോൾട്ടേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണത്. പിന്നെ ഇത് ബൈപ്പാസിൻ്റെ സ്വിച്ചാണ്. MPPTയുടെ സ്പെക്കും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ട് തുടങ്ങിയിട്ട് 48 വോൾട്ട് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു ബാറ്ററി, 2 ബാറ്ററി, 3 ബാറ്ററി, 4 ബാറ്ററി വരെ നമുക്ക് കൊടുക്കാം നമുക്കിത്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിക്റ്റേറ്റ് ചെയ്തോളൂ എത്ര ബാറ്ററി ഉണ്ടെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ മാക്സിമം പാനലിലെ വോൾട്ടേജ് ഒരു 140 വോൾട്ട് വരെ നമുക്കിത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു മിനിമം പാനൽ വോൾട്ടേജ് ഉണ്ട്. MPPT ഓൺ ആവണമെന്നുണ്ടെങ്കിൽ അതൊരു 50 വോൾട്ടേജ് എന്നാലാണ് ഓൺ ആവുള്ളൂ. അതായത് മിനിമം ഒരു 24 വോൾട്ടിൻ്റെ പാനൽ ഒരു 2 എണ്ണമെങ്കിലും വേണം അത്. പിന്നെ ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് അതൊരു 42 ആംപിയറാണ് പറയുന്നത്. ഇതാണ് എൻ്റെ മെയിൻ സ്പെക്കൊക്കെ വരുന്നത്. ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് 24 വോൾട്ടിൻ്റെ ഇൻവെർട്ടറിലാണ്. അപ്പോൾ 2 ബാറ്ററി ഉണ്ട്. എക്സൈഡിൻ്റെ 150 AHൻ്റെ ബാറ്ററി 2 എണ്ണമാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. 2 സോളാർ പാനലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇത് MC4 കണക്ടറായിട്ടാണ് വരുന്നത്. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവുമാണ്. .6 വോൾട്ടേജാണ് ഒരു പാനലിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. നമുക്കൊന്ന് സീരീസ് ചെയ്ത് കണക്ട് ചെയ്യാം.
ഒരു പാനലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എടുത്തിട്ട് അടുത്ത പാനലിൻ്റെ നെഗറ്റീവ് ടെർമിനലിനോട് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. $82.4 വോൾട്ടേജാണ് നമുക്കിപ്പോൾ രണ്ട് പാനലിൽ നിന്നായിട്ട് സീരീസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. MPPTയിലേക്കുള്ള വയർ നമ്മൾ ഒരു MC4 കണക്ടർ വാങ്ങിച്ചിട്ട് അത് സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോളാർ പാനൽ ഒരു ഹൈറ്റ് കൂടിയ സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത്. കാരണം ചുറ്റിനും മരങ്ങൾ ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ട് ഇത്തിരി ഹൈറ്റിലാണ് വെച്ചേക്കുന്നത് സോളാർ പാനൽ. നമുക്ക് താഴെ കണക്ഷൻ നമുക്ക് നോക്കാം. MPPT ചാർജ് കൺട്രോൾ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ചാർജ് കൺട്രോൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബാറ്ററിയുടെ ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടത്, എന്നാലും അത് ബാറ്ററിയുടെ സെലക്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ബാറ്ററി ടെർമിനൽ കണക്ട് ചെയ്യാം. ശരി. ഈ ടെർമിനലൊക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ലൂസ് ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ലോണം ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് സോളാർ പാനലിൽ നിന്നുള്ള വയർ നമുക്ക് MPPTയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പ്ലസും മൈനസും മാറാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇൻവെർട്ടറിൻ്റെ മെയിൻ വയറിങ്ങില്ലേ, അത് 230 വോൾട്ട്, അതിൻ്റെ കണക്ഷൻ നോക്കാം. ഈ കാണുന്നതാണ് ന്യൂട്രലായിട്ട് വരുന്നത്, കോമൺ ആയിരിക്കും കണക്ഷൻ. പിന്നെ ഇത് ഫേസ് ഇന്നാണ്. ഫേസ് ഇന്ന് നമുക്ക് MPPTയിലേക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ ഫേസ് ഔട്ട്, അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് നമുക്ക് സെയിം അതേപോലെ തന്നെ, ആകെ ഒരു കണക്ഷൻ മാത്രം മാറ്റേണ്ടതുള്ളൂ. ഈ ഫേസ് ഇൻ എന്ന് പറഞ്ഞ കണക്ഷൻ
വരുന്ന വയറുണ്ടല്ലോ, അതായത് ഈ വയറാണ്. ഈ വയർ ഞാൻ വേറൊരു വയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നേരെ നമുക്ക് ഈ MPPTയിലേക്കാണ് കൊടുക്കേണ്ടത്. MPPT വഴി കയറി ഇറങ്ങി തിരിച്ച് MPPTയുടെ റിലേ വഴി കയറി ഇറങ്ങി തിരിച്ച് ഈ ബേസിനിലേക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ചെയ്യേണ്ടത്. ആകെ ഒരു വയർ മാത്രം നമുക്ക് അഴിച്ചാൽ മതിയാവും. ഈ ഒരു വയർ ഫേസ് ഇൻ എന്ന് പറഞ്ഞ വയർ മാത്രം അഴിച്ചാൽ മതിയാവും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് MPPTയിലേക്കുള്ള AC ലൈൻ കണക്ട് ചെയ്യാം. ഈ കാണുന്ന വയർ ഡയറക്റ്റ് മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന വയറാണ്. ഇത് നമുക്ക് ഫേസ് ഇന്നിൽ MPPTയുടെ ഫേസ് ഇന്നിൽ കണക്ട് ചെയ്യാം. ഈ ബ്ലാക്ക് കളറുള്ള വയർ ഫേസ് ഔട്ടാണ്. ഇത് നേരെ ഇൻവെർട്ടറിൻ്റെ ഫേസ് ഇന്നിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ കണക്ഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് MPPT ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ബാറ്ററി വോൾട്ടേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്, 24 വോൾട്ട്. ഇപ്പം നല്ല വെയിൽ ലഭിക്കുന്നുണ്ട്. സോളാറിൽ നിന്ന് ബാറ്ററിയിലേക്കുള്ള കറണ്ട് ഏകദേശം 20.5 ആംപിയർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി ഇപ്പോൾ ഫുള്ളായിരുന്നു സോളാർ ഇൻ യൂസ് ആണ് കാണിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ ഇൻവെർട്ടർ ഓണാണ്. ഇപ്പോൾ KCB കട്ടായിരിക്കുകയാണ്. സോളാർ പാനലിൽ നിന്ന് വോൾട്ടേജ് 63.3 വോൾട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി വോൾട്ടേജ് 24.5. ഇൻവെർട്ടർ ഇപ്പോൾ ഓണാണ്. 554 വാട്ട്സാണ് ഇപ്പോൾ ഇൻവെർട്ടറിൻ്റെ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോളാർ പാനൽ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ AHഉം അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ, അതായത് ബാറ്ററിക്ക് മാക്സിമം കൊടുക്കാവുന്ന ചാർജിങ് കറണ്ട്, അതനുസരിച്ചിട്ട് വേണം നമ്മൾ സോളാർ പാനലും അതുപോലെ തന്നെ ചാർജ് കൺട്രോളും തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട്. ബാറ്ററിയുടെ അതായത് സാധാരണ ബാറ്ററിയുടെ C20 കാറ്റഗറി ബാറ്ററിയുടെ ചാർജിങ് കറണ്ട് ബാറ്ററിയുടെ AHൻ്റെ 10%, സോളാർ ടൈപ്പ് ബാറ്ററി അതായത് C10 കാറ്റഗറി ബാറ്ററിക്ക് 20% ആണ്. അതായത് 150 AHൻ്റെ ഒരു ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ, സോളാർ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക്സിമം 30 ആംപിയർ വരെ കൊടുക്കാം. അതല്ല C20 കാറ്റഗറി ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 15 ആംപിയർ വരെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പാനലും ചാർജ് കൺട്രോളും തിരഞ്ഞെടുക്കുക. ബാറ്ററി ചാർജ് ചെയ്യുന്നത് KCBയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരു സ്വിച്ച് വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്വിച്ച് നമ്മൾ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ സോളാറിൽ നിന്ന് മാത്രം നമുക്ക് ബാറ്ററി ചാർജ് ആവുള്ളൂ. KCBയിൽ നിന്നുള്ളത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഇട്ടൊക്കെയാണ് ഈ സ്വിച്ച് വഴി. ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കിയാൽ കാണാം ചാർജിങ് ആംപിയർ 0 ആണ് കാണിക്കുന്നത്. ഇപ്പോൾ KCBയിൽ നിന്ന് ചാർജ് ഒന്നും എടുക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി അടുത്തൊരു വീഡിയോയും കാണാം. താങ്ക് യു.